ഇതിനകത്ത് ഏത് വാക്കാണ് ഔട്ട്റേജ് ചെയ്തിരിക്കുന്നത്? മറ്റൊന്ന്, ഇൻസൾട്ട്സ് ഓർ അറ്റംപ്റ്റ്സ് ടു ഇൻസൾട്ട് ദ റിലിജൻ ഓർ റിലീജിയസ് ബിലീഫ്സ്. ഒരു റിലീജിയസ് ബിലീഫിനെയോ റിലീജിയനെയോ ഇൻസൾട്ട് ചെയ്യുന്ന എന്ത് വാക്കാണ് എടുത്തത്? ഇത് ശരിക്കും ഒരു പ്രാർത്ഥനയാണ്. അയ്യപ്പ സന്നിധിയിൽ നടത്തിയ വലിയ കൊള്ള, ആ കൊള്ള നടത്തിയതിൻ്റെ മേലൊരു പ്രാർത്ഥനയാണ്. ജനസമൂഹം ഒരു പ്രാർത്ഥനയായി ഇത് ഏറ്റെടുത്തു. പ്രാർത്ഥനയായി ഏറ്റെടുത്തപ്പോൾ ആ സമൂഹത്തിന് അനുകൂലമായ ഒരു പ്രാർത്ഥനയായ ഒരു ഇത് ആരെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്? അഫക്റ്റ് ചെയ്ത ആളുകൾ അഗ്രീവ്ഡായി. അഫക്റ്റ് ചെയ്തത് കൊള്ളക്കാരെയാണ്. ഇത് ആരാണോ കള്ളക്കടത്ത് നടത്തിയത് അവരെയാണ് അഫക്റ്റ് ചെയ്തത്. ഇനി സാധാരണ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഒരു ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ഒരു 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 വിഷ്വല്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗീതം, അത് ഒഫൻസീവാണ് എന്നോ ഏതെങ്കിലും ക്രൈം എടുക്കണമെങ്കിൽ ആദ്യം ഇത് മാറാൻ പറ്റില്ലല്ലോ. എഴുതിയ ലേഖനമോ പാട്ടോ അതിൻ്റെ ഒരു വാക്കുകളും സെന്റൻസും മാറാൻ പറ്റില്ല. പിന്നെ പരാതിക്കാരൻ എന്താ പറയുന്നത്? ഈ എഴുതിയ സാധനം എൻ്റെ റിലീജിയസ് സെന്റിമെന്റ്സിനെ അഫക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. അയാൾക്ക് ഒറ്റ റോഡേ ഉള്ളൂ, എൻ്റെ റിലീജിയസ് സെന്റിമെന്റ്സിനെ അഫക്റ്റ് ചെയ്തു. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്താ നോക്കേണ്ടത്? അയാൾ നോക്കേണ്ടത് ഈ ലേഖനം എടുത്ത് വായിക്കണം, ഇത് റിലീജിയസ് സെന്റിമെന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണോ നോക്കണം. എന്നിട്ട് അയാളോട് പറയണം പറ്റില്ല, ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് കോമൺ മാൻ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുക പറഞ്ഞത്. അദ്ദേഹത്തിന് വീണ്ടും ഓപ്ഷൻ ഉണ്ട്. അദ്ദേഹത്തിന് ഇതൊരു കോടതിയിലേക്ക് ടേക്കപ്പ് ചെയ്യാം. ഒരു മജിസ്ട്രേറ്റ് കോടതി ചെന്നിട്ട് ഒരു CMB ഫയൽ ചെയ്താൽ മജിസ്ട്രേറ്റ് കോടതി പറയണം അല്ല, ഈ പോലീസ് ഓഫീസർ അത് എടുത്തില്ല, കാരണം അയാൾ പറയുന്നത് ഇതിനകത്ത് ഒഫൻസീവ് അല്ല. കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ കോടതി വേണമെങ്കിലും കേസ് അന്വേഷിക്കാൻ വിടാം. കോടതി അങ്ങനെ വിടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ആദ്യം തന്നെ ക്രൈം എടുത്തെടുക്കുക. ഞാനൊരു കാര്യം പറയാം. സുപ്രീം കോടതി 2015 നമ്മുടെ IT ആക്ടിലെ സെക്ഷൻ 66A സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തില്ലായിരുന്നെങ്കിൽ മാധ്യമങ്ങൾക്ക് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഓഫൻസീവായ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ പിടിച്ചു അകത്തുകളാണ്. പല കേസുകളും ഞാൻ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 19(1) ആണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെയാണ്. നിങ്ങളൊരു വാർത്ത കൊടുത്തു, ഉദാഹരണത്തിന് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡയറക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അറസ്റ്റുകൾ നടത്തി. ഇതിൻ്റെ വാർത്തകൾ എല്ലാ വാർത്താ ചാനലുകളും കൊടുത്തു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഡിബേറ്റ്സിലും പങ്കെടുത്തു. നമ്മൾ ചർച്ച ചെയ്തു. ഇതെൻ്റെ റിലീജിയസ് സെന്റിമെന്റ്സിനെ അഫക്റ്റ് ചെയ്തു. കേസാകുമോ? എങ്ങനെയാണ് ആകുന്നത്? ഞാൻ പറഞ്ഞത് മിസ്യൂസ് ടു ദ കോറാണ്. ഞങ്ങളിതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കേസിൻ്റെ രീതിയിൽ അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിനുള്ള വഴികൾ ഞങ്ങൾ പോയിക്കണം. ഈ സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്ത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷൻ ഒരു നിയമം ഉണ്ടാക്കിയാൽ, ഒരു മൗലികാവകാശം ലംഘിച്ചൊരു നിയമം ഉണ്ടാക്കിയാൽ, ഭരണഘടനയുടെ 13-ാം അനുച്ഛേദത്തിന് വിരുദ്ധമാണെങ്കിൽ, ഏതെങ്കിലും മൗലികാവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ ആ നിയമം സ്ക്രാപ്പ് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഇതൊരു മൗലികാവകാശത്തെ തകർക്കുന്ന തരത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുത്താൽ, ആ എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുത്ത ഓഫീസർക്കെതിരെ അവർക്കെതിരെ എന്താണ് ആ നടപടി? ലെജിസ്ലേച്ചറിനെതിരെ നടപടി എടുക്കാം, കാരണം ലെജിസ്ലേച്ചർ നടത്തുന്ന നിയമം സെറ്റ് ചെയ്യാം. ഒരു എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 19(1) വയലേഷൻ ആണെന്ന് ബോധ്യത്തോടു കൂടി ഒരു വയലേഷൻ ചെയ്യാം. അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ ആ പ്രൊട്ടക്ഷൻ്റെ പേര് ഇതുകൊണ്ടേ ഇരുന്നാൽ എന്ത് ചെയ്യും? അപ്പം ഞാനിതിൻ്റെ മറ്റുദാഹരണങ്ങളൊന്നുമല്ല. ഇതേ പാട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതേ സ്ഥലത്തിന് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നും മുമ്പും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എലക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ ഒറിജിനൊക്കെ ഭയങ്കര രസമാണ്. ഈ പാട്ടിൻ്റെ ഒറിജിനൽ ശരിക്കും ഒരു ഭക്തിഗാനം. ഇപ്പോൾ ഖുറാൻ്റെ ഒരു വേഴ്സസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഗീതയുടെ ഒരു വേഴ്സസ് എടുക്കുന്നു, ബൈബിളിൻ്റെ ഒരു വേഴ്സസ് എടുത്തിട്ട് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നമുക്ക് ഒഫൻസീവാണെന്ന് പറയാം. ഇതൊരു മുസ്ലിം സ്ഥലത്തോ അവരുടെ ഒരു ഭക്തിഗാനം, ഒരു ഭക്തിഗാനം എന്നുള്ള രീതിയിലോ സിനിമയിൽ വരുന്ന ഭക്തിഗാനമുണ്ട്. ഉദാഹരണത്തിന് 1000 കാതം അകലെയാണെന്നുള്ള ഒരു ഭക്തിഗാനത്തിൻ്റെ സ്വഭാവമുള്ള ഒരു സിനിമയിലുണ്ടായിരുന്നു. അതിനകത്ത് മക്കയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇസ്ലാമുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാവുന്ന, ബിലീഫുമായിട്ട് കണക്ട് ചെയ്യാവുന്ന പ്രാക്ടീസാണ്. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതെങ്ങനെയെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സംവിധാനമായി മാറാൻ പാടില്ല. തിരിച്ചറിയാത്തതൊന്നുമല്ല കേട്ടോ ഇത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് അപകടമാണെന്ന് തോന്നി. ഹൈക്കോടതി ഇത് വിടത്തില്ല എന്ന് തോന്നി. ഈ കേസ് ശക്തമായി മുന്നോട്ട് പോകുന്നു തോന്നി. എന്നാൽ ഇതിൻ്റെ ചർച്ച അവസാനിപ്പിച്ചേക്കാൻ തീരുമാനിക്കാം. ഇത് ലാർജർ ഇഷ്യൂ ആണ്. ഞങ്ങൾ ഒരാൾക്കെതിരെ കേസെടുത്തു, ആ കേസിൻ്റെ ഇഷ്യൂസ് ഒന്നും അല്ല ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഇഷ്യൂവിനെ ആ കണത്തിൽ തന്നെ പെടുത്തണം. ഒരാൾ പോലും അയ്യപ്പനെയോ ശാസ്താവിനെയോ അള്ളാഹുവിനെയോ മുഹമ്മദിനെയോ
ജീസസിനെയോ ഒന്നും പറയുന്ന ഒരു വാക്ക് ഈ രാജ്യത്ത് പറയാൻ പാടില്ല. ഞങ്ങൾ ആദ്യം എതിർക്കുന്നു, അവരെ ബാധിക്കുന്ന എതിർക്കും. പക്ഷേ അങ്ങനെ അല്ലാതെ പറയുന്നതിനെ അതാണെന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കും.